സ്കൂളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സംഭാവനകളെ പറ്റിയിട്ടാണ്. നമുക്ക് കുഞ്ഞിലേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ പേടി, ഇതിനെപ്പറ്റിയായിരുന്നു പറയാൻ പോകുന്നത്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയം, അന്ന് നമ്മുടെ അവിടെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പം ഈ മലയാളം മീഡിയം പിള്ളേരുമായിട്ട് നമ്മൾ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മയിൽ 10ാം ക്ലാസ്സിൽ പോലും ആ ഡിവിഷനിലോട്ട് പോകാറോ നമ്മൾ സംസാരിക്കാറോ ഒന്നുമില്ല. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. അപ്പോൾ കുഞ്ഞിലെ നമുക്ക് ഇവരെ ഭയങ്കര പേടിയാണ്. നമുക്ക് ഇൻ ദ സെൻസ്, ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, എനിക്ക് ഇവരെ ഭയങ്കര പേടിയാണ്. ഇവരെപ്പോഴും വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു കൊടുക്കും. ഒരു പാട്ടുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ഇങ്ങനെ താളത്തിൽ പറഞ്ഞിട്ട് പേടിപ്പിച്ച് അങ്ങ് പോകും. അപ്പോൾ ഇവരുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടെ സിസ്റ്റർ കണ്ടായിരുന്നു. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ കണ്ട ഒരു സിസ്റ്റർ കണ്ട. അപ്പോൾ ആ സിസ്റ്ററിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാതെ എനിക്ക് സിസ്റ്റേഴ്സിനെ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ടീച്ചേഴ്സിനേക്കാളും എനിക്ക് ഇവരെ ഭയങ്കര പേടി. അപ്പം ഇവരിങ്ങനെ ഇങ്ങനെ പിടിച്ചൊരു പിച്ചും ഇതൊക്കെ ഉണ്ട്. അപ്പം ഇവരെ ഭയങ്കര പേടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഉച്ചയ്ക്ക് എങ്ങാണ്ട് ഒരു ദിവസം ഞാൻ ചോറല്ല ചപ്പാത്തിയോ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അഴുക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ദൂരെ പോയിട്ട് കൈ കഴുകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ താഴെ മണ്ണുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കഴുകി. ഇത് കണ്ടുകൊണ്ട് വന്നൊരു കൊച്ച്, മലയാളം മീഡിയത്തിലൊരു കുട്ടിയാണ്. കൊച്ചിനെ അങ്ങ് പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പേടിക്കുന്ന ടൈപ്പാണ്. അപ്പം ഈ കൊച്ചിനെ അങ്ങോട്ട് പേടിപ്പിച്ചു. ഇപ്പം ഞാൻ സിസ്റ്ററിനെ വിളിച്ചോണ്ട്, നീ ഇവിടെ തന്നെ നിന്നോണം, ഇവിടെ നിന്ന് അനങ്ങി പോരുത്, ഞാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് പോയി. ഞാൻ അപ്പം തന്നെ ഓടിപ്പാഞ്ഞ് ആ ക്ലാസ് റൂമിനകത്ത് കയറി. ക്ലാസ് റൂമിൽ അധികം ആൾക്കാരൊന്നുമില്ല, എല്ലാ പിള്ളേരും ലഞ്ച് ബ്രേക്കിന് പുറത്ത് ഫുഡ് കഴിച്ചിട്ട് കളിക്കാൻ പോയപ്പോൾ. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, വിയർത്ത് വല്ലാണ്ടായി അങ്ങ് പേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ കൂടി ഇങ്ങനെ പുക പോകത്തില്ലേ, അതുപോലൊക്കെ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുക. എനിക്ക് അതായത് ഈ ക്ലാസ് റൂമിൻ്റെ 3 ഭാഗവും വലിയ ജനലുകളാണ്. എവിടെ നോക്കിയാലും അകത്ത് ആളിരിക്കുന്ന കാണാം. അപ്പോൾ ഇത് കാണാതിരിക്കണമെങ്കിൽ ഒരു മൂലയ്ക്ക് ഇരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു മൂലയ്ക്ക് ചവിട്ടോട്ടിയാണ്ട് വേറൊരു മൂലയ്ക്ക് ഞാൻ പോയി ഇങ്ങനെ പേടിച്ചിരിക്കുക. കുറേ നേരം ഇരുന്നിട്ടും ആരും വരുന്നില്ല, സിസ്റ്റേഴ്സും വരുന്നില്ല, ഈ കൊച്ചിനെയും കാണുന്നില്ല. ഞാൻ പയ്യെ ബെല്ലടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബെഞ്ച് വന്നിരുന്നിട്ട് ഞാൻ അന്ന് വൈകിട്ട് 3:30 ആവുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കും, ആരെങ്കിലും വരുന്നുണ്ടോ ഈ കൈ കഴിയുന്നതിന് എന്നെ പിടിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതാണ് ആ സംഭവം. ഈ സംഭവം എങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ പുറത്തിയാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ അനിയത്തി അവൾ അവിടെ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവൾ അവിടെ കുറേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കാണാൻ പോയിട്ട് അതിൻ്റെ ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കടയ്ക്കകത്തൊക്കെ നിന്ന് സെൽഫി എടുക്കുന്നത് എനിക്ക് ഇപ്പോഴും എടുക്കാൻ പേടിയാണ്, എനിക്ക് പറ്റത്തില്ല. എനിക്കിപ്പോൾ എവിടെയെങ്കിലും, അതായത് ലുലുവിലൊക്കെ പോയിട്ട് ഓപ്പൺ ഇതിൽ നിന്ന് എനിക്ക് സെൽഫി എടുക്കുന്നോ ഫോട്ടോ എടുക്കുന്നോ എനിക്ക് പ്രശ്നമില്ല, കാരണം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഒരു കടയ്ക്കകത്ത് പോയിട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു നല്ല ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ, ഈവൻ ഫോട്ടോഗ്രാഫി അലൗഡ് ആണെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ ഭയങ്കര പേടിയോ. അവരെന്തെങ്കിലും പറയോ, ആരെങ്കിലും എന്നെ വഴക്ക് പറയോ, കടക്കാരെന്നെ വഴക്ക് പറയോ, ഇതാണ് എൻ്റെ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് പോകുകയാണെങ്കിൽ ഞാൻ പറയും, അത് തൊടൽ, എനിക്ക് അവരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വയ്യ. അപ്പം ഈവൻ ഒരു കടയിൽ പോയാലും ഒരു സ്ഥാപനത്തിൽ പോയാലും ഇവർ വഴക്ക് പറയുമോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അനിയത്തിനടുത്ത് പറയായിരുന്നു, എനിക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ടേ ഇതുപോലെ ഈ ഒരു കൊച്ചു പേടിപ്പിച്ചതിന് ശേഷം എനിക്ക് പൊതുവേ ഇച്ചിരി പേടിയാണ്. പിന്നെ ഞാനത് ഡെവലപ്പ് ചെയ്തെടുത്താൽ, അതായത് എന്താ എന്ന് ചോദിച്ചാൽ നീ പോടാക്കുക എന്ന് പറയാനുള്ളൊരു ധൈര്യമൊക്കെ ആക്കിയെടുത്ത് കുറേ നാൾക്ക് ശേഷമാണ്, ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം, എനിക്കൊന്ന് സ്കൂൾ കാലഘട്ടം മൊത്തം എനിക്ക് പേടിയുടെ കാലങ്ങളായിരുന്നു. പിന്നെയും ഇച്ചിരി റിബലൊക്കെ ആയത് എനിക്ക് തോന്നുന്നു ഞാനൊരു 8ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സിനെയൊക്കെ ചെറുതായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഞാൻ തുടങ്ങി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിസ്റ്റർ നമ്മുടെ അവിടെ സ്റ്റിക്കർ വിൽക്കാൻ കൊണ്ടുതരും. അപ്പം കാറ്റഗിസം പിള്ളേർക്ക് മാത്രമാണ് ആ ഒരു തൊല്ലയുള്ളത്. സ്റ്റിക്കർ, അതായത് മാതാവിൻ്റെ ഒരു പടം, അതിന് 1 രൂപയോ 50 പൈസയോ എങ്ങാണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ കൂപ്പൺ കൊണ്ടുവരും, എന്നിട്ട് ഇത് വിറ്റ് കൊണ്ട് തരണമെന്ന് പറയും. അപ്പം എല്ലാ കാറ്റഗിസം പിള്ളേരെയും അടിച്ചേപ്പിക്കും. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കൊന്നും പോയിട്ട് വാക്സാമർത്ഥ്യം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 100 കൂപ്പൺ തന്നിട്ടുണ്ട്, ഈ 100 രൂപ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ അടിച്ചേപ്പിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒന്നും എനിക്കറിയത്തില്ല. സോ ഇതൊരു പതിവായി കഴിഞ്ഞപ്പോഴത്തേക്ക് 8ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ കൊണ്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഇത് പറ്റത്തില്ല, ഇതെനിക്ക് വിൽക്കാൻ അറിയത്തില്ല. സോ ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നായിരിക്കും പൈസ കൊണ്ട് തരേണ്ടത്, എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ട് തരാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ സിസ്റ്റർ ഒന്നും വേണ്ടിയില്ല, ഞാനങ്ങ് പോയി എൻ്റെ പ്ലേസിലങ്ങാണ്ട് ഇരിക്കാൻ കൊണ്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിസ്റ്റർ അവിടെ നിന്ന് പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇനി വന്നേ, അങ്ങനെ പറഞ്ഞുകൂടാ, ഇത് മാതാവിൻ്റെ പടമല്ലേ, നമ്മളിത് വിൽക്കണ്ടേ, ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അന്നേരം ഇവർ എന്നോട് പറഞ്ഞു, അതെ സ്വർഗ്ഗത്തിൽ പോകണ്ടേ മോക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വിറ്റിട്ട് എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണ്ട. എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞെന്നറിയത്തില്ല, എന്തായാലും അവർ സ്റ്റക്കായി പോയി, സിസ്റ്റേഴ്സ് സ്റ്റക്കായി. അന്ന് എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് ആയി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല, അങ്ങനെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് എന്ന് തോന്നുന്നു. പിന്നെ പയ്യെ എനിക്ക് ആൾക്കാരോട് എനിക്ക് ന്യായമല്ല എന്ന് തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ഓക്കെയാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഏതെങ്കിലും, അതായത് നമ്മുടെ സ്ഥലമല്ല, വേറൊരാളുടെ സ്ഥലമാണ്, വേറൊരു ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ പോയി ആ റൂൾസ് ഞാൻ കംപ്ലീറ്റ് ഫോളോ ചെയ്യും. അതിനകത്ത് അവർ പറയുകയാണ് ഈ വരിയിൽ ഇരിക്കും, ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. നമ്മൾ പൈസ കൊടുത്ത് ഒരു സർവീസ് മേടിക്കുന്ന സ്ഥലത്തല്ലാതെ വേറെ എവിടെ പോയാലും എനിക്ക് പേടിയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ വഴക്ക് പറയോ, ഇവിടെ ഇരിക്കുമ്പോൾ പ്രശ്നമുണ്ടാകും. പിന്നെ ഇപ്പോൾ ഞാൻ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ചെറിയ അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് രക്തം തിളക്കും. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ട്. സോ എനിക്കത് ഭയങ്കരമായിട്ട് പുറത്ത് ചാടി ചില സമയത്ത്. അന്നേരം എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. അല്ലാത്ത ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയായിരുന്നു, നമുക്ക് ആ കുഞ്ഞിലെ ഉണ്ടായിരുന്ന ആ ഒരു പേടി നമുക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഇങ്ങനെ ഓർത്ത് ഇരിക്കണമെങ്കിൽ അത് എന്തോ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സെയിം വേ ഇപ്പോൾ എൻ്റെ മൂത്ത ആളുടെ കേസ് പറയുകയാണെങ്കിലും, അവളെ കുഞ്ഞിലെ അവൾ പഠിച്ചതും ഞാൻ പഠിച്ചത് അതേ സ്കൂളിൽ തന്നെയാണ്. പക്ഷേ വേറെ CBSE വിട്ടത്. അവിടെയും ഈ ടീച്ചേഴ്സിൻ്റെ ഒരു
പെരുമാറ്റം കാരണം ഇവളുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെ നമ്മൾ +1 +2 കൊണ്ടുപോയി വേറൊരു സ്കൂളിൽ ചേർത്തു. ആ സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം ഇവള് ചേരാത്ത പരിപാടികളില്ല, അല്ലെങ്കിൽ ഇവള് ചെയ്യാത്ത കാര്യങ്ങളില്ല. ഇവളുടെ കോൺഫിഡൻസ് ആണെങ്കിൽ തന്നെ കംപ്ലീറ്റ് അങ്ങ് ഹൈ ആയി. അതായത് നമ്മൾ ഇവളെ വിട്ടിരുന്ന ആ സ്കൂളിൽ 10th വരെ ഇവള് മറ്റേ ആർക്കും വേണ്ടാത്ത അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേർക്കും വേണ്ട, ടീച്ചേഴ്സിനും വേണ്ട, ഇവൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഒരു റെസ്പോൺസ് മറ്റേ ഈ തൃണവൽക്കരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ മറ്റേ പര്യായമൊക്കെ പഠിക്കത്തില്ലേ, അതുപോലെ പുല്ല് വിലയായിരുന്നു അവൾക്ക്. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ ഇവൾ ചെയ്യാത്ത പരിപാടികളില്ല. എനിക്ക് തോന്നുന്നു കോമ്പയറിങ്ങിനുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ പരിപാടികൾ, മാഗസീൻ എഡിറ്റ് പോസ്റ്റ്, അങ്ങനെ എല്ലാ പരിപാടിക്കും ഉണ്ട്. എനിക്കറിയത്തില്ല ഇവള്, ഞാൻ ചോദിക്കും നീ എന്തിനാണ് ഈ സമയമില്ലാത്ത സമയത്ത് എല്ലാത്തിനും പോയി തലവെക്കുന്നത്? പോയിട്ട് ഇല്ലാത്ത അവൾ പഠിക്കാത്ത ചെസ് കോമ്പറ്റീഷൻ വരെ അവൾ പോയി. അപ്പം ഞാൻ പറയാം എന്തിനാ നീ ഇങ്ങനെ പോകുന്നത്? അത് എൻ്റെ അമ്മേ, ഈ 10 വർഷം ഞാൻ 10ാം ക്ലാസ്സിൽ അവസാനം പോയിട്ട് എൻ്റെ ലാസ്റ്റ് വർഷമാണ് എനിക്കൊരു ഡാൻസ് പ്രോഗ്രാമിന് ചേരാനായിട്ട് സമ്മതിക്കണം എന്ന് ടീച്ചേഴ്സിൻ്റെ കാല് പിടിച്ചു, അവിടുത്തെ പ്രമുഖരായ പിള്ളേരുടെ കാല് പിടിച്ചു. എല്ലാവരും എന്നെ തഴഞ്ഞു, നിനക്ക് അതിന് പറ്റത്തില്ല, അല്ലെങ്കിൽ നിന്നെ എടുക്കാൻ പറ്റത്തില്ല, വേറെ ആളായി പോയി. എന്നിട്ട് ടീച്ചേഴ്സിൻ്റെ പുറകെ നടന്ന് എൻ്റെ ലാസ്റ്റ് ഇയർ ആണ് എന്നെ ഒന്ന് കയറ്റുമെന്ന് വരെ ചോദിച്ചിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ എല്ലാം കൂടെ വാശി ഞാൻ ഈ 2 വർഷം ഇവിടെ തീർക്കും. കാരണം അതിന് മാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്കൂളാണ്. എനിക്ക് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റി ഞാൻ ഒരെണ്ണം പോലും വിടാതെ അവൾ, അതായത് സ്കിറ്റിനും ഡാൻസിനും എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ചേരാൻ പറ്റുമെങ്കിൽ അവൾ പോയി ചേരും. അതാണ് അവസ്ഥ. ഓൾമോസ്റ്റ് എല്ലാ ക്ലബിന്റെ പരിപാടികൾ കൊണ്ട് അവൾ എനിക്കൊന്ന് ക്രിക്കറ്റും അറിയാത്ത ഫുട്ബോളും പിന്നെ എല്ലാത്തിനും ചാടി കയറി പോകുന്നുണ്ട്. അപ്പം ഞാൻ അല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു ആക്രാന്തം കയറി കണക്കാണ് അവൾ പോകുന്നത്. പിന്നെ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ആ ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കുന്ന ഒരു സ്പേസ്, അത് എനിക്ക് മനസ്സിലായത് ഒരു കൊച്ചു പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലയോ എന്ന് വെച്ചിട്ടല്ല അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. നമ്മൾ പഠിച്ച സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഒരു ഡിഫറെന്റ് രീതിയിലും പഠിക്കാത്ത പിള്ളേരെ ഭയങ്കര ഡിഫറെന്റ് രീതിയിലുമാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഓൾറെഡി കഴിവ് തെളിയിച്ചവർക്ക് മാത്രമേ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാൻസിന് പോകുന്നവരാണെങ്കിൽ ഓൾറെഡി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചവരായിരിക്കണം. അല്ലാത്തത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് തഴയുന്നത്, ഞാനൊക്കെ ഒത്തിരി തഴയൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീച്ചേഴ്സ് ആയാലും നമുക്ക് കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് ആയാലും കുഞ്ഞിലെ കിട്ടുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ മൂത്ത മോൾക്ക് അനുഭവമുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു. ഇപ്പം എനിക്കാണെങ്കിലും കുറച്ചൊക്കെ എനിക്കൊരു ഇച്ചിരി ഒരു നമ്മളെ അത്യാവശ്യം കെയർ ചെയ്തൊക്കെ ഞാൻ പ്രീ ഡിഗ്രി സമയത്തും ഡിഗ്രി സമയത്തും ഒക്കെ പഠിച്ചപ്പം ഉണ്ടായിരുന്നൊരു മിസ്സുണ്ട്, ഷേർലി മിസ് എന്ന് പറയും. ഷേർലി മിസ് ഒക്കെ തന്ന ഒരു ഒരു കൺസിഡറേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊക്കി നടത്തുന്ന ടീച്ചേഴ്സ് പെറ്റ അങ്ങനെയുള്ളൊരു രീതിയിലല്ല, കുറച്ചൊരു നിനക്ക് പറ്റും, നീ ട്രൈ ചെയ്യുക എന്നൊരു വാക്ക് മതി. മറ്റത് അങ്ങനെയല്ല, നമ്മൾ കാല് പിടിച്ചാൽ പോലും എനിക്ക് സ്കൂളിൽ എനിക്ക് എപ്പോൾ കിട്ടി, എനിക്ക് തുടക്കത്തിലൊക്കെ എനിക്ക് 4ാം ക്ലാസ് വരെയൊക്കെ ചെറിയ ഡാൻസ് പരിപാടിയൊക്കെ നമ്മൾ ഓക്കെ ആയിരുന്നു, നമ്മളെ ചേർക്കുമായിരുന്നു. അതെനിക്കൊന്ന് എല്ലാ പിള്ളേരും എല്ലാത്തിനും ചേരണം അങ്ങനെ എന്തുകൊണ്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഏതിന് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആകപ്പാടെ കിട്ടുന്നത് ഒന്നെങ്കിൽ ഒരു പൈൽ ഓഫ് ആൾക്കാർ നിൽക്കുന്നതിൻ്റെ 2ാമത്തെ റോയിൽ പാട്ട് പാടാനായിട്ട് വെറുതെ ചുണ്ടനക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അവസാനം എനിക്കൊരു ടാബ്ലോയിൽ എനിക്ക് ഇത് കിട്ടി, എന്തോ ഒരു പ്യൂണല്ല, ആൾക്കാരിങ്ങനെ അൺഎംപ്ലോയ്മെന്റ് ഒരു ടാബ്ലോ, അതിൽ വെറുതെ പാൻറ്റും ഷർട്ടും ഇട്ട് സൈഡിൽ പോയി ഇങ്ങനെ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്ലോട്ടായിട്ട് ടാബ്ലോ എന്തൊരു പരിപാടി, അനങ്ങാതെ നിൽക്കണം. അപ്പോൾ അതിന് നമുക്ക് പാൻറ് ഷർട്ടും ഇല്ല. ഇനിയിപ്പോൾ ഈ ഒരു പരിപാടിക്ക് വെറുതെ പോയി വായും പിടിച്ച് നിൽക്കാനായിട്ട് ഞാൻ ഇനി പാൻറ് ഷർട്ട് മേടിക്കണം. അതുകൊണ്ട് ഞാൻ അതിന് ഒഴിവായി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അതിനുശേഷം എനിക്ക് ഒരു നമുക്ക് ഡിഗ്രിക്കൊക്കെ ചേർന്ന സമയത്ത് നമ്മളെ പിടിച്ച് ലീഡറൊക്കെ ആക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ഷേർലി മിസ് തന്നെ നമ്മളെ പിടിച്ച്, അന്നേരം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ ആൾക്കാർ കേൾക്കോ? ഇല്ല. അപ്പോൾ സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ട് പോലും മൈക്കൊക്കെ കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൈയും കാലമൊക്കെ വിറച്ചോണ്ടിരിക്കും. പക്ഷേ അതേ സമയത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടി, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ പേടി അവിടെ കിടക്കുവാണ്. പക്ഷേ അന്നയ്ക്കൊക്കെ അല്ലെങ്കിൽ മൂത്തയാൾക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുമൊക്കെയുള്ള, അവളും വിറച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അവൾ പറയുന്നത് നമുക്കിപ്പം കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്കൊരു നഷ്ടമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ ഈ മൂത്തയാളെ ഒരു 4ാം ക്ലാസ് വരെ ടീച്ചേഴ്സ് ഇട്ട് ടോർച്ചർ ചെയ്തതിന് കയ്യും കണക്കില്ല. എല്ലാ ദിവസവും ഞങ്ങൾ സ്കൂളിൽ പോകുന്നു, ടീച്ചേഴ്സുമായിട്ട് അടി വയ്ക്കുന്നു, പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ അവളെ പഠിപ്പിക്കാൻ, നമ്മൾ അവിടെ തന്നെ പഠിക്കട്ടെ എന്ന് കരുതിയതാണ് നമ്മുടെ തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ ടോർച്ചർ ടീച്ചേഴ്സ് ചെയ്തിട്ടും നമ്മൾ അവിടെ തന്നെ പഠിപ്പിക്കാൻ, ഈ കൊച്ചിനെ ഏത് നേരം കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു, ചുമ്മാ കുത്തുവാക്ക് പറയുന്നു, ഇതൊന്നും നമ്മൾ കാര്യമാക്കില്ല. ശരിക്കും അത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയിപ്പോൾ. ഇവളുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് തകർന്നെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ ആൾ ഭയങ്കര മാറ്റമാണ്. ഞാൻ ആലോചിച്ചു ഇവൾ തന്നെയായിരുന്നു അവൾ എന്ന് തോന്നിപ്പോകുന്നു. അപ്പം നമുക്കൊരു സ്കൂളിൽ ചേർക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു, ചിലപ്പോൾ എല്ലാ പിള്ളേർക്കും ഇതുപോലെ വരണമെന്നില്ല കേട്ടോ. ചില പിള്ളേർക്ക്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ന്യൂ പാരന്റ് ആയിരുന്നല്ലോ ഇവളുടെ സമയത്ത്. അപ്പം ഇവളെ എന്തോ ടീച്ചർ അടിക്കും എന്നങ്ങാണ്ട് PT മീറ്റിംഗിൽ എന്നോട് പറഞ്ഞു, ഇവൾ ഇച്ചിരി റിജിഡാണ്, ടാൻഡ്രംസ് ഒക്കെ ഉണ്ട്, ഞാൻ അടിച്ച് ശരിയാക്കിക്കൊള്ളാം എന്നൊരു ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവളെ ഞാൻ പഠിപ്പിക്കാനാണ് വിട്ടേക്കുന്നത്, നിങ്ങൾ അടിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട, പഠിപ്പിച്ചാൽ മതി, അല്ലാതെ ഇവർക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ അടിക്കാറില്ല, അതുകൊണ്ട് ടീച്ചർ അടിക്കേണ്ട എന്നങ്ങാണ്ട് പറഞ്ഞു. അത് ടീച്ചറിന് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അടിച്ചൊന്നുമില്ല ടീച്ചർ, പക്ഷേ ഇങ്ങനെ കണ്ണുരുട്ടി ഈ കൊച്ചിനെ പേടിപ്പിച്ച് ഇല്ലാണ്ടാക്കി എന്ന് വേണം പറയാൻ. അപ്പോൾ അത് അവൾ അതിൻ്റെ ഒരു ബാഗേജ് അവൾ എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ അവൾക്കുണ്ട്. പിന്നെ അവൾ കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇവളുടെ ആ ഒരു ഓരോരുത്തരെ ആൾക്കാർ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ ഇവളെ കുഞ്ഞിലെ തൊട്ടേ നോക്കിക്കാണുന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നില്ലല്ലോ. ഇവൾ മാറിയാലും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറാത്തതുകൊണ്ട് ഇവളെ എല്ലാ കാര്യത്തിലും അങ്ങ് തഴയാൻ തുടങ്ങി. എവിടെ വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇന്നലെ എൻ്റെ അനിയത്തിയുടെ ഈ സെൽഫീസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതാണെന്ന് പറഞ്ഞപ്പോൾ അവളും എന്നോട് പറയായിരുന്നു, അതാ മറ്റേ സ്കൂളല്ലേ, അവിടുത്തെ പ്രശ്നം കാരണം എനിക്ക് ഇപ്പോഴും കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ചില ഓഫീസിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പേപ്പർ വാങ്ങിക്കാനാണെങ്കിലും എല്ലാം പേടിയാണ്. കാരണം അവിടെ പണ്ട് തൊട്ടേ ഈ പേടിപ്പിച്ച
ആ സ്കൂളിലല്ല ഇവർ പഠിക്കുന്നത്, അതിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലാണ് ഇപ്പോൾ ഇവർ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പേടി നിർത്തിക്കൊണ്ടാണ്, അതായത് ഏതാണ്ട് കൊച്ചു പിള്ളേരെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോഴത്തേക്ക് അവർക്ക് പോയിട്ട് വാ തുറന്ന് എന്തെങ്കിലും ചോദിക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്റേണലി നമുക്ക് ഇതുപോലെ മറ്റേ ഈ തല്ലുകൊള്ളിത്തരമുള്ള പിള്ളേരാണെങ്കിൽ കുറച്ചൊന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ടൊക്കെ വരും. അല്ലാത്ത പിള്ളേർ മറ്റേ പണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലായിപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലാ ബ്ലാ. എന്താ പറയുമെന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല.